ഈ ഷൈൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് വെറും ഒരു കള്ളക്കഥയാണ്, ഈ പറഞ്ഞ എഴുതി കാണിക്കുന്ന ഒരു ഓട്ടക്കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണോ, മണിക്കൂറുകൾ ഇങ്ങനെ തള്ളി നീക്കുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നിയമപരമായ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സാധ്യമായ കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ടോ? ആ പ്രതീക്ഷ ഇതുവരെയുള്ള നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയപ്പോൾ അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ കേസ് അവസാനിക്കാനുള്ള ആ സാധ്യത തന്നെയാണുള്ളത്. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഷൈൻ ടോം ആ സമയത്ത് ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് കാര്യത്തിൽ ഒരു തീർച്ച വരുത്തണം. എന്തായാലും അതിനുള്ളൊരു സാധ്യതകൾ, അങ്ങനെ കൃത്യമായി ഒരു തീർച്ച വരുത്താനുള്ള സാധ്യതകളൊക്കെ കുറവാണ് എന്നതാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം അങ്ങനെ ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആൻറ്റിഡോട്ടുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നീടുള്ള പരിശോധനയിൽ അതൊക്കെ ഒഴിവാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ ലഹരി ഉപയോഗിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആ ലഹരിയുടെ അംശം വേർതിരിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യത തന്നെ കുറവാണ്. പക്ഷേ പോലീസ് അത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് പോകില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ആ പോലീസിനുണ്ട്. തുടക്കത്തിൽ തന്നെ പോലീസിന് പിഴച്ചിരിക്കുന്നൊരു കേസാണിത്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച ഇപ്പോഴെങ്കിലും അവർക്ക് ഇനിയ സംഭവിച്ച വീഴ്ച ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ലെങ്കിലും തുടർന്നുള്ള കാര്യങ്ങളിലെങ്കിലും കൂടുതൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഒഴിവാക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഷൈൻ ടോമിൻ്റെ ആദ്യത്തെ കേസ് നമ്മൾ പരിശോധിച്ചാൽ, കൊക്കൈൻ കേസ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാകുന്നതാണ്. അറസ്റ്റ് നടന്ന ദിവസം പരാജയപ്പെട്ട കേസാണ് 2015 കൊക്കൈൻ കേസ്. കാരണം NDPS ആക്ട് പ്രകാരം ഒരു കേസിൽ ഒരു ആളിൽ നിന്ന് ലഹരി കണ്ടെടുക്കുമ്പോൾ പ്രാഥമികമായി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കപ്പെടാത്തതിൻ്റെ പേരിലാണ് ആ കേസ് ഒന്നുമല്ലാതായി പോയത്. മുഴുവൻ പ്രതികളെയും കോടതിക്ക് വെറുതെ വിടേണ്ടി വന്നത്. ഇപ്പോൾ അതിൽ അപ്പീൽ നൽകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളത് പരിശോധിച്ച വിഷയമാണ്. അതിൽ നിയമത്തിൻ്റെ സാമാന്യ ബോധമുള്ള ഒരു അഭിഭാഷകനും അതിൽ അപ്പീൽ നൽകാൻ കഴിയും എന്നൊരു ഉപദേശം നൽകില്ല. കാരണം അതിൽ അപ്പീൽ നൽകിയാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ചിലപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കാനുള്ള സാധ്യത വരെയുള്ളൊരു കേസാണ്. കാരണം അത്രമാത്രം വലിയ വീഴ്ചയാണ് ആ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. അറസ്റ്റ് നടന്ന സമയത്ത് പാലിക്കാത്ത നടപടിക്രമങ്ങളുടെ പേരിൽ ആ കേസ് ഒന്നുമല്ലാതായി പോവുകയാണ് ചെയ്തത്. അത് ഒരു തരത്തിലും ഇപ്പോൾ ഈ മൊഴികളുടെ വൈരുദ്ധ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ് എങ്കിൽ അത് മേൽക്കോടതിയിൽ കൊണ്ടുപോയി ആ സാക്ഷിമൊഴികൾ വേണ്ട രീതിയിൽ ആ വിചാരണ കോടതി പരിശോധിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. NDPS ആക്ടിലെ സെക്ഷൻ സമൂഹത്തിൽ നടക്കുന്നത് പല കേസുകളും കൈകാര്യം ചെയ്യുന്നതിന്റെ പിഴവാണ് 2015 ആദ്യത്തെ കൊക്കൈൻ കേസാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ ആദ്യത്തെ കൊക്കൈൻ കേസ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കോർഡിനേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ വളരെ പാളിയ ഓപ്പറേഷൻ ആയിപ്പോയി. നമ്മളൊരു ട്രാൻസ്ഫർ സംഘം എത്തുമ്പോൾ രഹസ്യാത്മകമാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെ കോർഡിനേഷൻ, പ്രത്യേകിച്ച് DCPമാർ കൊച്ചിയിൽ 2 പേരുണ്ട്. അപ്പോൾ കമ്മീഷണർ ഇല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും ദൂരം ഓടിപ്പോവുകയാണ്. അപ്പോൾ അതൊന്നും കണ്ടില്ല. മാത്രമല്ല ബാക്കി കൂടെ ഒരാൾ ഇറങ്ങി ഓടുമ്പോൾ താഴെ സെർച്ചിന് വരുമ്പോൾ ആ രീതിയിൽ പോലീസുകാരുണ്ടാകണം, ഒന്നും ഉണ്ടായില്ല. എന്തായാലും മറ്റേ കൊക്കൈൻ കേസിൽ കൃത്യമായ വീഴ്ചകൾ ഉണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ചോദ്യം ചെയ്യൽ. സഹകരിക്കുന്നുണ്ടോ, എന്തൊക്കെ മറുപടി പറയുന്നു എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്.